ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് +1 മാത്സിലെ 4th ചാപ്റ്ററായ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 4.1 ആണ്. അതിലാകെ ഒരു എക്സസൈസ് ഉള്ളൂ. അതിലെ 19 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. 18 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ 3 വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പം ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കാണേണ്ടതാണ്. ഇനി 19 മുതൽ 24 വരെയുള്ള 6 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ പ്രോബ്ലം നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്യണതാണ്. ഒരേ ഒരു മെത്തേഡ് മാത്രമേ അതിനുള്ളൂ. അതിൽ 3 സ്റ്റെപ്പ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓരോ വീഡിയോയിലും പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു പ്രോബ്ലം ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്, പിന്നെ എല്ലാം നമ്മൾ അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. 19th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് n × n+1 × n+1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചിട്ടാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ലെറ്റ് പി ഓഫ് n എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? n × n+1 × n+5 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. നമുക്ക് എന്താണോ തന്നിരിക്കുന്നത് അതിൻ്റെ LHSഉം RHSഉം മൾട്ടിപ്പിൾ ഓഫ് 3. ഇപ്പോൾ ഇവിടെ ഇങ്ങനെയൊരു ഇതാണ് തന്നിരിക്കുന്നത്. അതങ്ങനെ നമ്മൾ പി ഓഫ് n എന്ന് പറഞ്ഞിട്ട് എഴുതണം. ഇനി നമ്മളിത് ആദ്യത്തെ സ്റ്റെപ്പിൽ ചെയ്യുന്നത് ഫോർ n = 1നെ നമ്മൾ ഈ റിസൾട്ട് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കണം. ഫോർ n = 1 എന്ന് പറയുമ്പോൾ പി ഓഫ് 1 നമുക്ക് എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1 × 1 + 1 × 1 + 5 ഈസ് ഈക്വൽ ടു 1 × 1 + 1 എന്ന് പറഞ്ഞാൽ 2, 1 + 5 എന്ന് പറയുമ്പം 5. അപ്പോൾ എത്ര വരും ഇത്? 1 × 2 × 5 എന്ന് പറയുമ്പം നമുക്ക് 10 എന്ന് കിട്ടും. 1 + 5 എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ 2 × 6 എന്ന് പറയുമ്പോൾ നമുക്ക് 12. ശ്രദ്ധിച്ച് ചെയ്യണേ, അല്ലെങ്കിൽ ഇതേപോലെ മിസ്റ്റേക്ക് വരും. 1 × 2 × 6 ആണ്. 1 + 5 എന്ന് പറയുന്നത് 6 ആണ്. പെട്ടെന്ന് 5 എന്നുള്ളത് പോയി. അപ്പോൾ 12 എന്ന് പറയുന്നത് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലേ? കാരണം 12 നമുക്ക് എങ്ങനെ എഴുതാം? 3 × 4 എന്ന് എഴുതാം. നമുക്ക് 3 × സംതിങ് അങ്ങനെ എഴുതാം. അപ്പോൾ 3 × 4 ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പോൾ നമുക്കത് എന്താണ്? വിച്ച് ഈസ് ട്രൂ അല്ലേ? നമുക്കവിടെ ഫോർ n = 1 നമ്മുടെ റിസൾട്ട് ട്രൂ ആണെന്ന് നമുക്ക് കിട്ടി. ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ അസ്യൂം ചെയ്യാണ് ചെയ്യുന്നത്. അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ, അല്ലെങ്കിൽ വെൻ n = k ദ റിസൾട്ട് ഈസ് ട്രൂ, അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ പി ഓഫ് കെ ഈസ് ട്രൂ. ദാറ്റ് ഈസ്, ഇത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട, നമ്മളവിടെ അസ്യൂം ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പി ഓഫ് കെ എന്ന് പറയുന്നത് എന്താ വരിക? ഇവിടെ എന്നിൻ്റെ സ്ഥാനത്തൊക്കെ നമ്മൾ കെ ഇട്ട് കൊടുക്കാം. k × k+1 × k+5 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3ക്ക് പകരം നമുക്കൊരു ഈസ് ഈക്വൽ ടു ഒരു 3d എന്നോ 3λ എന്നോ എന്തെങ്കിലും ഒരു വാല്യൂ നമുക്ക് കൊടുക്കാം. അതിൻ്റെ അർത്ഥം എന്താണ്? 3d അല്ലെങ്കിൽ 3λ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 × സംതിങ് അല്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതി വെച്ചു. നമുക്കിതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. 18 വരെയുള്ള ഒരു പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഈ ഒരു വാല്യൂ നമ്മൾ ഇനി k+1 തന്നെ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യൂലേ? അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഈ ഒരു വാല്യൂ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. k വരെയുള്ള ടേമിനെ നമുക്ക് ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഈ 19 മുതലുള്ള പ്രോബ്ലത്തിൽ കുറച്ച് ഡിഫറൻസ് ആണ്. നമുക്കത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ k × k² + k × k+5 ഈസ് ഈക്വൽ ടു 3d ഈസ് ഈക്വൽ ടു, ഇത് വീണ്ടും നമുക്ക് ഇത് ചെയ്യുമ്പോൾ എന്ത് വരും? k² × k, k³ + k² × 5, 5k + k × k² + k × 5. ഓരോ ടൈമായിട്ട് നമ്മൾ ബ്രാക്കറ്റ് റിമൂവ് ചെയ്തു. ഈസ് ഈക്വൽ ടു 3d. നമ്മളൊന്നും കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ k³ + k × ഇവിടെ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇവിടെ 5k² ആണ്. k³ + 5k² + k² എത്രയാണ്? 6k² + 5k ഈസ് ഈക്വൽ ടു 3d. ഇതാണ് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ 18 വരെയുള്ള പ്രോബ്ലത്തിൽ നമ്മൾ ഇത് ഡയറക്റ്റ് നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റിയായിരുന്നു. പക്ഷേ ഈ പ്രോബ്ലം തൊട്ടിട്ട് കുറച്ച്
വ്യത്യാസമുണ്ട്. അതെന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ അസ്യൂം ചെയ്തതാണ്, നമ്മളിത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ്? വി ഹാവ് ടു പ്രൂവ് എന്താണ്? പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. അതായത് വെൻ n ഈസ് ഈക്വൽ ടു കെ പ്ലസ് 1 ദ റിസൾട്ട് ഈസ് ട്രൂ. അങ്ങനെ എഴുതാം. ഇതും കൂടെ അതിൻ്റെ ഒപ്പം എഴുതണം. എന്ത്? വെൻ എവർ പി ഓഫ് കെ ഈസ് ട്രൂ. പി ഓഫ് കെ ട്രൂ ആണെങ്കിൽ മാത്രമേ നമുക്ക് പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതും കൂടെ അതിൻ്റെ ഒപ്പം എഴുതാൻ മറക്കരുത്. ഇനി നമ്മൾ പി ഓഫ് കെ പ്ലസ് 1 എന്താണെന്ന് എഴുതി നോക്കാം. പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറയുമ്പം നമ്മുടെ അതിൻ്റെ സ്ഥാനത്തൊക്കെ കെ പ്ലസ് 1 കൊടുക്കുക അല്ലേ. അപ്പോൾ എന്ത് വരും? കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 എന്താവും? കെ പ്ലസ് 2 ആവും. കെ പ്ലസ് 5 എന്താവും? കെ പ്ലസ് 6 ആവും. ഈക്വൽ ടു എന്താ നമുക്കറിയില്ല, അത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതാണ്. ഇത് നമുക്ക് അസംഷൻ അല്ല, നമുക്കത് തെളിയിക്കണം അല്ലേ. അപ്പോൾ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 6. നമുക്കിത് ബ്രാക്കറ്റ് മാറ്റാം. ആദ്യം ഇത് രണ്ടും സൂക്ഷിച്ച് ചെയ്യാം. കെ ഇൻറ്റു കെ, കെ സ്ക്വയർ പ്ലസ് കെ ഇൻറ്റു 2, 2k പ്ലസ് 1 ഇൻറ്റു കെ, കെ പ്ലസ് 1 ഇൻറ്റു 2, 2 ഇൻറ്റു കെ പ്ലസ് 6 ഇസ് ഈക്വൽ ടു എന്ത് വരും? കെ സ്ക്വയർ പ്ലസ് 2k പ്ലസ് കെ 3k പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 6 എന്ന് വരും. നമ്മൾ വീണ്ടും ഇനി എന്ത് ചെയ്യാം? കെ പ്ലസ് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഓരോ ടേമിനെയും. ഇപ്പോൾ കെ സ്ക്വയർ, മറ്റേത് നമുക്ക് ഇത് ചെയ്യുമ്പോൾ തന്നെ അത്രയും ഒരു ടേം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കിട്ടിയായിരുന്നു. പക്ഷേ ഇതിൽ അങ്ങനെ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ ചെയ്യണത്. കെ സ്ക്വയർ ഇൻറ്റു കെ, കെ ക്യൂബ് പ്ലസ് കെ സ്ക്വയർ ഇൻറ്റു 6, 6k സ്ക്വയർ. അപ്പോൾ കെ സ്ക്വയറിൻ്റെ കഴിഞ്ഞു. ഇനി അടുത്തത് 3k, 3k ഇൻറ്റു കെ 3k സ്ക്വയർ പ്ലസ് 3k ഇൻറ്റു 6 18k പ്ലസ് 2 ഇൻറ്റു കെ 2k പ്ലസ് 2 ഇൻറ്റു 6 12. നമുക്ക് കെ ക്യൂബ് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. പ്ലസ് 6k സ്ക്വയറും 3k സ്ക്വയർ ഉണ്ട്. അപ്പോൾ 9k സ്ക്വയർ പ്ലസ് 18k 2k ഉണ്ട്. അപ്പോൾ 20k പ്ലസ് 12. ജസ്റ്റ് നമ്മൾ ആ ബ്രാക്കറ്റൊക്കെ ഒന്ന് മാറ്റി നമ്മൾ ഇങ്ങനെ ഒരു ഫോമുല എഴുതി. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണത് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 അനുസരിച്ച് അവിടെ കെ ക്യൂ പ്ലസ് 6k സ്ക്വയർ പ്ലസ് 5k ആണ്. ദാറ്റ്സ് ഇസ് ഈക്വൽ ടു 3d. പക്ഷെ നമുക്ക് ഇവിടെ അങ്ങനെയുള്ള ടേമുകളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫസ്റ്റ് ടേമിൽ നിന്ന്, ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് കെ ക്യൂബ് എന്താണ് കിട്ടുക? കെ ക്യൂബ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 3d മൈനസ് 6k സ്ക്വയർ മൈനസ് 5k ആയിരിക്കുമല്ലോ അല്ലേ. കെ ക്യൂബ് മാത്രം ഇവിടെ നിർത്തി, ബാക്കി രണ്ട് ടേമിന് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. അത് നമ്മളിവിടെ കെ ക്യൂബിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഫ്രം ഇക്വേഷൻ നമ്പർ 1 അനുസരിച്ച്. പ്ലസ് ബാക്കിയുള്ള ടേമുകൾ നമ്മൾ അതേപോലെ തന്നെ എഴുതുക. 9k സ്ക്വയർ പ്ലസ് 20k പ്ലസ് 12. ബാക്കിയുള്ള നമ്മൾ അതേപോലെ തന്നെ എഴുതി. ഇസ് ഈക്വൽ ടു 3d നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. മൈനസ് 6k സ്ക്വയറും, ഇപ്പോൾ കെ ക്യൂബിൻ്റെ ടേം ഇല്ല കേട്ടോ, കെ സ്ക്വയറിൻ്റെ ടേം ഉള്ളത്. മൈനസ് 6k സ്ക്വയറും പ്ലസ് 9k സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? പ്ലസ് 3k സ്ക്വയർ വരും അല്ലേ. പ്ലസ് 3k സ്ക്വയർ. ഇനി കെയുടെ ടൈം നോക്കിയാൽ മൈനസ് 5k പ്ലസ് 20k. അപ്പോൾ എത്ര വരും? പ്ലസ് 15k വരും അല്ലേ. പ്ലസ് 15k. പിന്നെ എന്തുണ്ട്? കോൺസ്റ്റൻറ്റ് ടേം ആകെ ഒന്നുള്ളൂ, പ്ലസ് 12. നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് എഴുതി. അപ്പോൾ കെ ക്യൂബിന് മാത്രം നമ്മൾ അവിടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. കെ ക്യൂബ് എന്താണെന്നുള്ളത് ഇക്വേഷൻ നമ്പർ 1 നിന്ന് എടുത്തിട്ട് അത് നമ്മളിവിടെ കെ ക്യൂബിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇതിൽ നിന്ന് എല്ലാത്തിലും നമുക്കൊരു 3 പുറത്തേക്ക് എടുക്കാൻ പറ്റില്ലേ. ഇപ്പോൾ ഇവിടെ എന്ത് വരും? d പ്ലസ് കെ സ്ക്വയർ പ്ലസ് 15 നിന്ന് 3 പോകുമ്പോൾ 5, 5k പ്ലസ് 12 നിന്ന് 3 പുറത്തേക്ക് എടുക്കുമ്പോൾ 4, d പ്ലസ് കെ സ്ക്വയർ പ്ലസ് 5k പ്ലസ് 4. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്കിവിടെ 3 ഇൻറ്റു സംതിങ് ആ ഒരു രീതിയിൽ കിട്ടിയില്ലേ. നമുക്ക് ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പോൾ 3 ഇൻറ്റു സം, ഇത് നമുക്ക് ചെയ്യുമ്പോൾ ഈ കെ എന്നൊക്കെ പറയുന്നത് സം ഇൻറ്റിജർ ആണല്ലേ. നമ്മൾ ഇതിലൊക്കെ വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നമ്പർ കിട്ടും. പക്ഷെ അത് 3 ഇൻറ്റു സംതിങ് അല്ലേ. 3 ഇൻറ്റു 5, 3 ഇൻറ്റു 10, അങ്ങനെ 3 ഇൻറ്റു സംതിങ് എന്ത് വന്നാലും ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. നമുക്കിവിടെ 3 ഇൻറ്റു കിട്ടിയാൽ മതി. ഡിവിസിബിൾ ബൈ 3 എന്ന് പറഞ്ഞാലും മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറഞ്ഞാലും 3 ഇൻറ്റു സംതിങ്. ഇപ്പോൾ ഇത് ഏത് നമ്പർ ആണെങ്കിലും ആ ഒരു നമ്പർ ഇൻറ്റു സംതിങ് നമുക്ക് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ അങ്ങനെ നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ അത് ട്രൂ അല്ലേ, വിച്ച് ഈസ് ട്രൂ. അപ്പോൾ കെ പ്ലസ് 1ന് ഈ റിസൾട്ട് ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. വിച്ച് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലേ. വിച്ച് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. വിച്ച് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എന്താ എഴുതാം? ഹെൻസ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ്, ഈ സ്റ്റെപ്പുകളെല്ലാം നമ്മൾ എഴുതണേ. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ. ഇനി നമ്മൾ ജനറലൈസ് ചെയ്യാൻ പോവുകയാണ്. കെ പ്ലസ് 1 വരെ ശരിയാണ് നമുക്ക് കിട്ടി. അതുകൊണ്ട് ദ റിസൾട്ട് ഈസ്
true for every natural number n. അത് പറയുന്നത് n എന്ന് പറയുന്നത് ഏത് നാച്ചുറൽ നമ്പർ നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിനെല്ലാത്തിനും ഈ റിസൾട്ട് ട്രൂ ആയിരിക്കുമെന്ന് നമ്മൾ പിന്നെ ജനറലൈസ് ചെയ്തു. ഇതുവരെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടി. അപ്പം എല്ലാ പ്രോബ്ലം ഇങ്ങനെ തന്നെയാണ്. മാത്രം ഈ K+1ൻ്റെ ഒരു പ്രൂഫ് മാത്രമാണ് എല്ലാത്തിനും വ്യത്യാസം വരുന്നത്. ബാക്കി എല്ലാ സ്റ്റെപ്പുകളും ഒരേപോലെയാണ്. അപ്പോൾ ഇനി തൊട്ടിട്ടുള്ള പ്രോബ്ലത്തിൽ ഞാൻ ഇത്രയും സ്റ്റെപ്പുകൾ എഴുതില്ല. നിങ്ങൾ എല്ലാ പ്രോബ്ലത്തിലും ഈ സ്റ്റെപ്പ് എഴുതിയിട്ട് വേണം ചെയ്യാനായിട്ട്, മറക്കരുത്. സെയിം അതേ തന്നെ റിപ്പീറ്റ് അടിക്കുന്നത്. അതുകൊണ്ട് അടുത്ത 20th ക്വസ്റ്റ്യൻ, 20ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 10⁻²n-1 + 1 ഈസ് ഡിവിസിബിൾ ബൈ 11. കേട്ടോ, ഈസ് ഡിവിസിബിൾ ബൈ 11 അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 11 എന്നൊക്കെ പറയുമ്പോൾ 11 ഇൻറ്റു സംതിങ് അങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോബ്ലം പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ P of n എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. എന്താ? 10⁻²n-1 + 1 ഈസ് ഡിവിസിബിൾ ബൈ 11 എന്ന് നിങ്ങൾ എഴുതണം. ഞാൻ ഇപ്പോൾ എഴുതുന്നില്ല, എല്ലാ സ്റ്റെപ്പും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ആദ്യം P of n എന്താണെന്ന് എഴുതി. പിന്നെ അടുത്ത സ്റ്റെപ്പ് 1 എന്താണ്? for n = 1 നമ്മൾ റിസൾട്ട് പ്രൂവ് ആണെന്ന് ചെയ്യണം. നമുക്ക് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. P of 1 കൊടുത്ത് നോക്കിയേ. 10⁻² × 1 - 1 + 1 നോക്കിയേ. 10⁻² എന്ത് വരും? 2 × 1 എന്ന് പറഞ്ഞാൽ 2, 2 - 1 എന്ന് പറയുമ്പോൾ 1 + 1, അതായത് 10 + 1 അല്ലേ. 10⁻1 എന്ന് പറഞ്ഞാൽ 10 തന്നെയാണ്. 10 + 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 11 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 11 അല്ല, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 11. ഡിവിസിബിൾ ബൈ 11 ആണ്. 11 ഈസ് ഡിവിസിബിൾ ബൈ 11 അല്ലേ. അതുകൊണ്ട് വിച്ച് ഈസ് ട്രൂ. നമ്മുടെ റിസൾട്ട് ട്രൂ ആണ്. for n = 1 വിച്ച് ഈസ് ട്രൂ. ഇനി നമ്മൾ അസ്യൂം ചെയ്യാണ്. എന്താണ്? P of k ഈസ് ട്രൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അസ്യൂം ചെയ്യുക. അത് നമ്മൾ പ്രൂവ് ചെയ്യണില്ല. എന്താ P of k എന്ന് പറയുന്നത് എന്തായിരിക്കും? 10⁻²k - 1 + 1. ഈ 1 ഇവിടെ താഴത്താണ്, പവറിൻ്റെ കൂടെയല്ല. വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 11 എന്ന് പകരം നമുക്കൊരു 11d എന്നോ ലാംഡാന്നോ എന്തെങ്കിലും വാല്യൂ കൊടുക്കാം. 11d നമ്പർ 1. നമ്മളിതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഫുള്ളായിട്ടില്ല നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് ചെയ്യുമ്പോൾ അറിയാം ഏതാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരികയെന്ന്. ഇനി നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത്? P of k+1. ഞാൻ സ്റ്റെപ്പ് ഇവിടെ ചുരുക്കിയിട്ട് എഴുതുകയാണ്. എല്ലാ പ്രോബ്ലത്തിലും അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല എന്ന് വെച്ചിട്ട് നിങ്ങളത് മുഴുവനായിട്ട് എഴുതണം കേട്ടോ. P of k+1 ട്രൂ ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. whenever അതും കൂടെ എഴുതണം. P of k is true. ഈ P of k+1 എന്താണ് വരിക? P of k+1 എന്ന് പറയുന്നത് 10⁻² k+1 - 1. എന്നിൻ്റെ സ്ഥാനത്ത് k+1 കൊടുത്തു, അത്ര മാത്രമേ ഉള്ളൂ. +1 ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 11 അല്ലെങ്കിൽ 11 ഇൻറ്റു സംതിങ് നമുക്ക് കിട്ടണം അല്ലേ. നമുക്ക് ആ ബ്രാക്കറ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇവിടെ എന്ത് എഴുതും? 2k + 2 - 1 പിന്നെ ഇവിടെ ഒരു +1 = എന്ത് എഴുതാം? 10⁻²k അങ്ങനെ തന്നെ. +2 - 1 എന്ന് പറയുമ്പോൾ എന്താണ്? +1. അപ്പോൾ 10⁻²k + 1 നമുക്ക് അങ്ങനെ എഴുതണ്ട. നമുക്കൊരു വേറൊരു രീതിയിൽ നമുക്ക് ചെയ്യാം. ഈ 10⁻²k - 1നെ നമുക്ക് ഒരുമിച്ച് എഴുതാം. 2k - 1 + 2. ഈ -1ഉം +2ഉം ഒന്ന് നമ്മൾ മാറ്റി എഴുതിയെന്ന് മാത്രം. = കാരണം നമുക്കിവിടെ 10⁻²k - 1 ഉണ്ട്. അത് കാരണമാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. കാരണം നമുക്ക് ഈ P of k യിൽ നമുക്ക് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കണ്ണ് അവിടേക്കൊന്ന് നോക്കി. അപ്പോൾ അവിടെ 10⁻²k - 1 ആണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ തിരിച്ചെഴുതി കേട്ടോ, മറ്റിച്ചിട്ട് എഴുതണ്ട. 10⁻²k - 1 എഴുതി. അപ്പോൾ 10⁻²k - 1 ഒരുമിച്ച് എഴുതി. പിന്നെ +2 എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഇൻറ്റു 10⁻² അല്ലെങ്കിൽ 10² അല്ലേ. രണ്ട് സെപ്പറേറ്റ് കൊടുത്തു എന്ന് മാത്രം പവർ. +1 = അങ്ങനെ സെപ്പറേറ്റ് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10⁻²k - 1 എന്നുള്ളത് നമുക്ക് ഇക്വേഷൻ 1ൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ വരിക? അത് 11d +1 അപ്പുറത്തേക്ക് പോകുമ്പോൾ -1 ശരിയല്ലേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തത്. നമ്മൾ ശരിക്കും ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ ഒരു 2 - 1 + 1 എന്ന് പറഞ്ഞിട്ട് ചെയ്യും. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടില്ല. അപ്പോൾ അത് കാരണമാണ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തത്. നമ്മളൊന്ന് ആൻസറിലേക്ക് നോക്കി ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വരുത്തി കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. ഇൻറ്റു അപ്പോൾ ഈ ഒരു ഇതിനെ നമ്മളവിടെ വാല്യൂ കൊടുത്തു. ഇക്വേഷൻ നമ്പർ 1 അനുസരിച്ചിട്ട് 11d - 1 10² എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് 100 ആണ്. പിന്നെ ഒരു +1 ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് 11 ഇൻറ്റു സംതിങ് അത് കിട്ടണം. അതാണ് നമ്മുടെ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. നമുക്കിതൊക്കെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 11d × 100 അല്ലേ -1 × 100 +1 = ഇവിടെ എന്ത് വരും? 11d × 100 അതങ്ങനെ തന്നെ എഴുതിക്കോ.
1 into 100 എന്ന് പറയുമ്പോൾ 100. 100 മൈനസ് 100ഉം പ്ലസ് 1. അപ്പോൾ എത്ര വരും? -99 വരും അല്ലേ? ഇത് നമുക്കൊരു 11 പുറത്തേക്ക് എടുക്കാൻ പറ്റില്ലേ? 11 പുറത്തേക്ക് എടുക്കുമ്പം ഇവിടെ എന്ത് വരും? 100D വരും അല്ലേ? 100D മൈനസ് 99 നിന്ന് 11 പോകുമ്പോൾ എത്ര വരും? 9 അല്ലേ? 11 into 9 ആണ് 99. അപ്പോൾ ഇവിടെ നോക്കി നമുക്ക് 11 into സംതിങ് അല്ലേ? 11 into സംതിങ് വിച്ച് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 11 അല്ലെങ്കിൽ വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 11. ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 11 എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ്? വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 11. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിലൊക്കെ നമ്മൾ 11 into സംതിങ് കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഞാൻ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ 3 into സംതിങ് അങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ അവിടെ എന്താണ്? വിച്ച് ഈസ് ട്രൂ. അപ്പോൾ P of k plus 1 ഇവിടെ ട്രൂ ആണ്, നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ത് എഴുതണം? അതൊന്നും എഴുതാൻ മറക്കരുത് കേട്ടോ. ഹെൻസ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് n. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. ഈ പ്രോബ്ലമൊക്കെ ഇതേപോലെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നടക്കുന്നത്. 21th ക്വസ്റ്റ്യൻ, x raised to 2n minus y raised to 2n is divisible by x plus y. ഇതും അതേപോലെ തന്നെ x plus y into സംതിങ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. അപ്പോൾ ആദ്യം നമ്മുടെ P of n, ലെറ്റ് P of n എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എഴുതി. പിന്നെ for n is equal to 1 നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുക. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ P of 1 എന്ന് പറയുമ്പോൾ എന്ത് വരും? x സ്ക്വയർ വരെ അല്ലേ? 2 into 1 എന്ന് പറയുമ്പോൾ അവന് അങ്ങനെ എഴുതാം. മൈനസ് y raised to 2 into 1. ഇതെന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. എന്താ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ? നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ട് അല്ലേ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് വൈ. അപ്പോൾ അവിടെ എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ അല്ലേ? ഇങ്ങനെ എഴുതാം. നോക്കിയേ, എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ. അതിൽ നമുക്ക് വേണമെങ്കിൽ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് എഴുതാം. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. കാരണം എക്സ് പ്ലസ് വൈ ഇൻറ്റു സംതിങ് അല്ലേ? നമുക്ക് അതാ കിട്ടേണ്ടത്. ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ എക്സ് പ്ലസ് വൈ. എന്താണോ സാധനം അത് ഇൻറ്റു സംതിങ്. അപ്പോൾ അതിൻ്റെ അർത്ഥം വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ എക്സ് പ്ലസ് വൈ. അതല്ലേ ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് അത് ട്രൂ ആണെന്ന് കിട്ടി. ഫോർ n is equal to 1. കാരണം നമുക്ക് എക്സ് പ്ലസ് വൈ ഇൻറ്റു സംതിങ് അങ്ങനെ കിട്ടിയാൽ മതി. ഇനി നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണ്? we assume that P of k is true. അല്ലെങ്കിൽ for n is equal to k the result is true. That is P of k കൊടുക്കുമ്പോൾ എന്ത് വരും? x raised to 2k. n സ്ഥാനത്തൊക്കെ k കൊടുക്കുക. മൈനസ് y raised to 2k is a divisible by x plus y പകരം is equal to x plus y into സംതിങ് d എന്നോ ലാംഡാന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. എക്സ് പ്ലസ് വൈ ഇൻറ്റു നമ്മൾ 11d എന്നൊക്കെ കൊടുത്ത പോലെ ഇത് നമ്മളവിടെ വെക്കുക. നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് ആവശ്യം വരും. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ്? വി ഹാവ് ടു പ്രൂവ് ദാറ്റ്, അങ്ങനെയൊക്കെ എഴുതണം കേട്ടോ. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് P of k plus 1 is true. അല്ലെങ്കിൽ when n is equal to k plus 1 the result is true whenever P of k is true. അതും കൂടി എഴുതണം. ഇനി P of k plus 1 കണ്ടുപിടിച്ച് നോക്കിയേ. x raised to 2 into k plus 1 മൈനസ് y raised to 2 into k plus 1. എന്നിൻ്റെ സ്ഥാനത്തൊക്കെ നമ്മൾ k plus 1 ഇട്ട് കൊടുത്തു. ഈക്വൽ ടു ഇത് നമുക്ക് ഇനി എങ്ങനെ എഴുതാം? നമുക്ക് ഈ ബ്രാക്കറ്റ് ഒന്ന് മാറ്റാം. എക്സ് റേസ് ടു 2k plus 2 അല്ലേ? 2 into 1 2 മൈനസ് y raised to 2k plus 2. നമ്മൾ ആ ബ്രാക്കറ്റ് ഒന്ന് അവിടെ എഴുതി. ഇസ് ഈക്വൽ ടു ഇനി നമുക്ക് ഇത് സെപ്പറേറ്റ് ഇതായിട്ട് കൊടുക്കാം. എക്സ് റേസ് ടു 2kയും പ്ലസ് 2 നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് റേസ് ടു 2 എന്ന് എഴുതാം. എക്സ് സ്ക്വയർ വേറെ സെപ്പറേറ്റ് കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടെയും y raised to 2kയും y സ്ക്വയർ എന്നും കൊടുക്കാം. ഇനി നമ്മളുടെ ആ 1 ഒന്ന് നോക്കിയേ. എക്സ് റേസ് ടു 2k മൈനസ് y raised to 2k. പക്ഷെ നമുക്കത് അങ്ങനെ കിട്ടുന്നില്ല. അതിന് പകരം നമ്മൾ ഇവിടുന്ന് എക്സ് റേസ് ടു 2k എന്താണെന്ന് എഴുതി നോക്കിയേ. എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി പ്ലസ് y raised to 2k. ശരിയല്ലേ? അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കതിനെ മാറ്റി എഴുതാം. അപ്പോൾ എക്സ് റേസ് ടു 2kക്ക് മാത്രം നമ്മൾ വാല്യൂ കൊടുക്കുകയാണ്. ഇതെന്ന് എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി പ്ലസ് y raised to 2k. കണ്ടോ? ബാക്കിയൊന്നും നമ്മൾ ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് ഇവിടെ എന്താ ഉള്ളത്? ഇൻറ്റു ഒരു എക്സ് സ്ക്വയർ ഉണ്ട്. ഇൻറ്റു എക്സ് സ്ക്വയർ. പിന്നെ എന്തുണ്ട്? ബാക്കിയുള്ള നമ്മുടെ ടേമുകൾ അതേപോലെ തന്നെ എഴുതുക. y raised to 2k നമ്മളൊന്നും ചെയ്യണില്ല, അതേപോലെ തന്നെ എഴുതി. y raised to 2k ഇൻറ്റു y സ്ക്വയർ. ഇത് നമ്മൾ എന്ത് ചെയ്യാം? ഈ എക്സ് സ്ക്വയർ രണ്ട് ടേമിനും കൊടുക്കാം. എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് y raised to 2k ഇൻറ്റു എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ കൊണ്ട് രണ്ട് ടേം മൾട്ടിപ്ലൈ ചെയ്തു. മൈനസ് y raised to 2k ഇൻറ്റു y സ്ക്വയർ.
അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ y raised to 2k എന്ന് പറയുന്നത് ആദ്യത്തെ ടേം നമ്മൾ മാറ്റി നിർത്തിക്കോ. ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും ടേമിൽ y raised to 2k കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ആദ്യത്തെ ടേം അങ്ങനെ തന്നെ എഴുതുക, എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് y raised to 2k കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഇവിടെ ബാക്കി എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ ബാക്കി മൈനസ് ഉണ്ട്, ഒരു y സ്ക്വയർ ഉണ്ട്, മൈനസ് y സ്ക്വയർ. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ബാക്കിയുള്ളതൊക്കെ അതേപോലെ തന്നെ എഴുതുക, എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് y raised to 2k ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിന് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇതൊരു ടേം, ഇത് രണ്ടാമത്തെ ടേം അല്ലേ, രണ്ടിലും എക്സ് പ്ലസ് വൈ ഉണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. എക്സ് പ്ലസ് വൈ ഇൻറ്റു ഇവിടെ വേറെ എന്താ ഉള്ളത്, ഡി ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് y raised to 2k ഇൻറ്റു എക്സ് മൈനസ് വൈ. അപ്പോൾ നോക്കിയേ, നമുക്കിവിടെ കിട്ടിയില്ലേ, എക്സ് പ്ലസ് വൈ ഇൻറ്റു സംതിങ്. ഇതെന്ന് പറയുമ്പോൾ നമുക്കൊരു നമ്പറൊക്കെ ആയിട്ട് കിട്ടൂലേ നമ്മൾ ഈ ഡിക്കും ഇതിനൊക്കെ വാല്യൂ കൊടുക്കുമ്പോൾ. അപ്പോൾ എക്സ് പ്ലസ് വൈ ഇൻറ്റു നോക്കണ്ട, ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ എക്സ് പ്ലസ് വൈ. അപ്പോൾ നമുക്ക് തെളിയിക്കേണ്ടത് എക്സ് പ്ലസ് വൈ ഇൻറ്റു അല്ലേ. അപ്പോൾ വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ എക്സ് പ്ലസ് വൈ നമുക്ക് കിട്ടിയില്ലേ. അപ്പോൾ അത് ട്രൂ ആണ്. പി ഓഫ് കെ പ്ലസ് വണ്ണിന് ഈ റിസൾട്ട് ട്രൂ ആണെന്ന് നമുക്ക് കിട്ടി. അതുകൊണ്ട് ഹാൻസ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ എവറി നാച്ചുറൽ നമ്പർ എന്നും പറഞ്ഞിട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. ഇനി നമുക്ക് 22th ക്വസ്റ്റ്യൻ, 22ാമത്തെ ക്വസ്റ്റ്യൻ, 22nd ക്വസ്റ്റ്യൻ. 3 raised to 2n plus 2 minus 8n minus 9 ഈസ് ഡിവിസിബിൾ ബൈ 8. കണ്ട, ഇതേപോലെ തന്നെയാണ് പ്രോബ്ലം വരുന്നത്, ഡിവിസിബിൾ ബൈ 8. അപ്പോൾ ഈസ് ഈക്വൽ ടു നമ്മൾ ഒരു 8 ഇൻറ്റു സംതിങ് നമുക്ക് പ്രൂവ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ പി ഓഫ് എൻ എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് മുഴുവനായിട്ട് എഴുതി. പിന്നെ ആദ്യത്തെ സ്റ്റെപ്പ് 4n ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ പി ഓഫ് 1 പ്രൂവ് ചെയ്യാൻ പോവുക. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കിട്ടും. 3 raised to 2 ഇൻറ്റു 1 പ്ലസ് 2 മൈനസ് 8 ഇൻറ്റു 1 മൈനസ് 9 എത്രയാന്ന് നോക്കാം. ഇവിടെ എന്ത് വരും? 3 raised to 2 ഇൻറ്റു 1 2 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എത്രയാ? 4 മൈനസ് 8 മൈനസ് 9. 3 raised to 4 എന്ന് പറയുമ്പോൾ എത്രയാണ്? 81 ആണ് അല്ലേ. 81 മൈനസ് 8 മൈനസ് 9 ഇതൊക്കെ കൂടി കിട്ടുമ്പോൾ എത്ര? 81 മൈനസ് 9 പ്ലസ് 8 എത്ര? 17. 81 മൈനസ് 17 ഈസ് ഈക്വൽ ടു 64. 64 നമുക്ക് എങ്ങനെ എഴുതാം? 8 ഇൻറ്റു 8 കണ്ടോ, 8 ഇൻറ്റു സംതിങ് വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 8. കണ്ടോ, 8 ഇൻറ്റു എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയാൽ മതി, വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 8. അപ്പോൾ നമുക്കത് ഇവിടെ ട്രൂ അല്ലേ. അപ്പോൾ ഇവിടെ ഈ 4n ഈസ് ഈക്വൽ ടു 1 അത് റിസൾട്ട് ട്രൂ ആണെന്ന് കിട്ടി. ഇനി നമ്മൾ അസ്യൂം ചെയ്യാൻ പോവാണ്. അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. എന്താ പി ഓഫ് കെ നോക്കിയേ, എന്താണ് പി ഓഫ് കെ എന്ന് പറയുന്നത്? 3 raised to 2k plus 2 മൈനസ് 8k മൈനസ് 9 ഇസ് ഡിവിസിബിൾ ബൈ 8 എന്ന് പറയുമ്പോൾ ഈക്വൽ ടു 8d എന്നോ 8 ലാംഡാന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. കേസ് നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചു. ഇനി വി ഹാവ് ടു പ്രൂവ് ദാറ്റ് പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ വെൻ എവർ പി ഓഫ് കെ ഈസ് ട്രൂ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ഇനി നമ്മൾ പി ഓഫ് കെ പ്ലസ് 1 കണ്ടുപിടിക്കാൻ പോവുകയാണ്. നമുക്ക് അതിൻ്റെ സ്ഥാനത്തൊക്കെ കെ പ്ലസ് 1 കൊടുക്കാം. 3 raised to 2 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 2 മൈനസ് 8 ഇൻറ്റു കെ പ്ലസ് 1 മൈനസ് 9. ഇനി ഇതെന്താണ് നമുക്ക് കണ്ടുപിടിച്ച് കൊടുക്കണം അല്ലേ. ഇനി നമുക്കിത് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് നമ്മുടെ ഇതൊക്കെ ഒന്ന് ആ ബ്രാക്കറ്റൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇവിടെ എന്ത് വരും? 2k പ്ലസ് 2 പ്ലസ് 2 മൈനസ് 8k മൈനസ് 8. ഇവിടെ ഈ ബ്രാക്കറ്റ് മാറ്റിയില്ലേ, മൈനസ് 9. ഇനി നമ്മൾ നമ്മുടെ ആൻസറിലേക്ക് ഒന്ന് നോക്കുക. 3 raised to 2k plus 2 കണ്ടോ, ഇവിടെ 3 raised to 2k plus 2 അതിന് നമുക്ക് ഇവിടെ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അത് നമ്മൾ മാറ്റരുത്. അപ്പോൾ 3 raised to 2k plus 2 അങ്ങനെ എഴുതി. ബാക്കി ഒരു പ്ലസ് 2 നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. 3 raised to 2 എന്ന് എഴുതാം, 3 സ്ക്വയർ മൈനസ് 8k മൈനസ് 8 മൈനസ് 9 എത്ര എഴുതാം? മൈനസ് 70. കണ്ടോ, അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മളിവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട്. ഇനി 3 raised to 2k plus 2 എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? 8d ഓരോ ടേമും നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് പോകില്ലേ. അപ്പോൾ എന്ത് വരും? പ്ലസ് 8k പ്ലസ് 9 ഇൻറ്റു ഇവിടെ എന്തോരുണ്ട്? ഒരു 3 സ്ക്വയർ ഉണ്ട് അല്ലേ. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9. അപ്പോൾ അതങ്ങനെ എഴുതി. പിന്നെ ഒരു മൈനസ് 8kയും മൈനസ് 17ഉം ബാക്കി ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് മാത്രം നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഫ്രം 1ൽ നിന്ന്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കറിയാം എവിടെയാണ് അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത്. 2-3 പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇനി നമുക്കിത് ഓരോന്നും 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 8 ഇൻറ്റു 9 72d പ്ലസ് 9 ഇൻറ്റു 8 വീണ്ടും 72k പ്ലസ് 9 ഇൻറ്റു 9 81
മൈനസ് 8k മൈനസ് 70 ഇസ് ഈക്വൽ ടു 72d അങ്ങനെ നിർത്താം. പിന്നെ കെ ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. 72 മൈനസ് 8k അപ്പോൾ എത്ര വരും? പ്ലസ് 64k. പിന്നെ 81 മൈനസ് 70 എന്ന് പറയുമ്പോഴും പ്ലസ് 64. ഇനി നോക്കിയേ, നമുക്ക് ഇറ്റ് ഈസ് എ ഡിവിസിബിൾ ബൈ 8 ഉണ്ട്. അപ്പോൾ 8 ഇൻറ്റു പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ നോക്കിയേ. 72ന്ന് 8 പുറത്തേക്ക് എടുത്താൽ ബാക്കി 9 ഉണ്ട്. 9d പ്ലസ് 64ന്ന് 8 എടുക്കുമ്പം 8k പ്ലസ് 64ന്ന് 8 എടുക്കുമ്പോൾ വീണ്ടും 8. അപ്പോൾ ഇവിടെ കണ്ടോ 8 ഇൻറ്റു സംതിങ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് സാധിച്ചു. അപ്പോൾ നമുക്കിത് എന്ത് പറയാം? വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 8 എന്നോ ഡിവിസിബിൾ ബൈ 8 എന്നോ ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8 എന്ന് എന്ത് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് അത് ട്രൂ ആണ്. പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ വെൻ എവർ പി ഓഫ് കെ ഈസ് ട്രൂ. ലാസ്റ്റ് എന്ത് എഴുതണം? ഹെൻസ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ എവരി എൻഡ്. ലാസ്റ്റ് പ്രോബ്ലം അല്ല, സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 23. 41 റേസ് ടു n മൈനസ് 14 റേസ് ടു n ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 27. വീണ്ടും സെയിം അതേപോലെ തന്നെ 27 ഇൻറ്റു സംതിങ് നമുക്ക് കിട്ടിയാൽ മതി അല്ലേ. ആദ്യം നമ്മൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ പി ഓഫ് n എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഫോർ n ഈസ് ഈക്വൽ ടു 1. പി ഓഫ് 1 എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യാലോ. 41 റേസ് ടു 1 മൈനസ് 14 റേസ് ടു 1. 41 മൈനസ് 14 എത്ര വരും? 27. 27 എന്ന് പറയുന്നത് എന്താണ്? 27 ഇൻറ്റു 1 അല്ലേ. ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 27. അതുകൊണ്ട് ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ n ഈസ് ഈക്വൽ ടു 1. ഇനി അസ്യൂം ദാറ്റ് എന്താണ്? വി അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. നിങ്ങൾ എഴുതുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതണം. എന്താണ് പി ഓഫ് കെ വരുന്നത്? 41 റേസ് ടു കെ മൈനസ് 14 റേസ് ടു കെ അല്ലേ. എന്നിൻ്റെ സ്ഥാനത്തൊക്കെ കെ കൊടുക്കുക. ഈസ് ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് 27 എന്ന് പറയുമ്പോൾ ഒരു 27d ലാംഡാന്നോ എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കുക. അവിടെ നമ്മളത് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് അവിടെ നമുക്ക് വെക്കാം. കണ്ടില്ലേ, ഇപ്പോൾ എല്ലാ പ്രോബ്ലം ഒരേപോലെയല്ലേ പോണേ, ഈസി ആയിട്ട് തോന്നുന്നില്ലേ. ഇനി നമ്മൾ പി ഓഫ് കെ പ്ലസ് 1 എന്ത് ചെയ്യണം? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ n ഈസ് ഈക്വൽ ടു കെ പ്ലസ് 1 അല്ലെങ്കിൽ പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ വെൻ എവർ പി ഓഫ് കെ ഈസ് ട്രൂ അല്ലേ. അതും കൂടി എഴുതണം. ഇനി എന്താണ് പി ഓഫ് കെ പ്ലസ് 1 നമുക്ക് നോക്കാം. 41 റേസ് ടു കെ പ്ലസ് 1 അല്ലേ. എന്നിൻ്റെ സ്ഥാനത്തൊക്കെ കെ പ്ലസ് 1 കൊടുക്കുക. മൈനസ് 14 റേസ് ടു കെ പ്ലസ് 1. ഇവിടെ നമ്മൾ നോക്കുക, നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ 41 റേസ് ടു കെക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് രണ്ടാക്കി എഴുതാം. 41 റേസ് ടു കെ ഇൻറ്റു 41 റേസ് ടു 1 മൈനസ് 14 റേസ് ടു കെ പ്ലസ് 1 അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അത് നമുക്ക് ആവശ്യമില്ല, നമുക്ക് വേണമെങ്കിൽ പിന്നെ മാറ്റാം. ഇനി ഈ 41 റേസ് ടു കെക്ക് നമുക്ക് എന്ത് കൊടുക്കാം? 27d പ്ലസ് 14 റേസ് ടു കെ അല്ലേ. നമ്മുടെ ഇതെന്ന് പറയുന്നത് എന്ത് കിട്ടും? ഫ്രം ഇക്വേഷൻ വേണ്ടത് 41 റേസ് ടു കെ ഇസ് ഈക്വൽ ടു 27d പ്ലസ് 14 റേസ് ടു കെ. അപ്പോൾ അത്രയും കൊടുത്തു ഇൻറ്റു 41 അല്ലേ. ബാക്കി ഇവിടെ എന്തുണ്ട്? ഇൻറ്റു 41 മൈനസ് ഇത് നമുക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. 14 റേസ് ടു കെ ഇൻറ്റു 14 എന്ന് കൊടുക്കാം. കാരണം നമുക്ക് ഇനി ഇവിടെ ഈ ഒരു ടേം വരുന്നുണ്ട്, അതുകൊണ്ട് ഇസ് ഈക്വൽ ടു ഇനി 27d ഇൻറ്റു 41. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. 27d ഇൻറ്റു 41 പ്ലസ് 14 റേസ് ടു കെ ഇൻറ്റു 41 മൈനസ് 14 റേസ് ടു കെ ഇൻറ്റു 14. ഇനി ഇതുപോലെ തന്നെ ഈ രണ്ട് ടേമിലും 14 റേസ് ടു കെ ഉണ്ട്. അപ്പോൾ അത് കോമൺ ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ആദ്യത്തെ ടേം അങ്ങനെ തന്നെ എഴുതുക. 27d ഇൻറ്റു 41 പ്ലസ് ഇതിൽ നമുക്ക് 14 റേസ് ടു കെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ എന്തുണ്ട്? ബാക്കി ഇവിടെ 41 ഉണ്ട്, ഇവിടെ ബാക്കി മൈനസ് 14 ഉണ്ട്. ഇസ് ഈക്വൽ ടു 27d ഇൻറ്റു 41 പ്ലസ് 14 റേസ് ടു കെ ഇൻറ്റു 41 മൈനസ് 14 എത്രയാണ്? 27. അപ്പോൾ നോക്കിയേ, ഇത് നമ്മുടെ ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, രണ്ടിലും 27 ഉണ്ട്, അത് പുറത്തേക്ക് എടുത്തു. ഇവിടെ ബാക്കി 41d ഉണ്ട്, ഇവിടെ പ്ലസ് 14 റേസ് ടു കെ ഉണ്ട് അല്ലേ. വളരെ ഈസി തന്നെ. നോക്കിയേ, 27 ഇൻറ്റു സംതിങ് നമുക്ക് കിട്ടി, വിച്ച് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 27. അതുകൊണ്ട് പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണ്. ഹെൻസ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ എവറി നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞ് എഴുതി അവസാനിപ്പിക്കാം. കണ്ടോ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം ഒരേ ഫോർമാറ്റിലാണ് പോകുന്നത്. ഈ 6 ക്വസ്റ്റ്യനും നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എത്തിയിട്ടുണ്ട്. 2n പ്ലസ് 7 ഈസ് ലെസ് ദാൻ n പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ. നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ പി ഓഫ് n എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇവിടെ ലെസ് ദാൻ ആണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ആദ്യം ഫോർ n ഈസ് ഈക്വൽ ടു 1 നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 2 ഇൻറ്റു 1 പ്ലസ് 7 എന്താണെന്ന് നോക്കാം. 2 ഇൻറ്റു 1 പ്ലസ് 7 എന്താണ്? 2 പ്ലസ് 7, അതായത് അത് 9 ആണ്. ഇനി റൈറ്റ് സൈഡ് നോക്കിയേ, n പ്ലസ് 3, അതായത് 1 പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ. 1 പ്ലസ് 3 എന്ന് പറയുന്നത് എത്രയാണ്? 4 സ്ക്വയർ. 4 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 4 സ്ക്വയർ എന്ന് പറയുമ്പം
16. അപ്പോൾ 9 ഈസ് ലെസ് ദാൻ 16 കിട്ടിയില്ലേ? ലെഫ്റ്റ് സൈഡ് 9ഉം റൈറ്റ് സൈഡ് 16ഉം കിട്ടി. അപ്പോൾ 9 ഈസ് ഓൾവേസ് ലെസ് ദാൻ 16. അതുകൊണ്ട് ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ n ഈസ് ഈക്വൽ ടു 1. ഇനി നമുക്ക് അടുത്ത് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? വി അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. പി ഓഫ് കെ എന്താ വരിക നമുക്ക്? 2k + 7 ഈസ് ലെസ് ദാൻ k + 3 ദ ഹോൾ സ്ക്വയർ. ഇത് നമ്മൾ അങ്ങനെ തന്നെ വെച്ചു. ഇനി നമുക്ക് മൂന്നാമത്തേത് പ്രൂവ് ചെയ്യാനുള്ളത് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് പി ഓഫ് കെ + 1 ഈസ് ട്രൂ വെൻ എവർ പി ഓഫ് കെ ഈസ് ട്രൂ. ഇപ്പോൾ പി ഓഫ് കെ + 1 എന്ന് പറയുമ്പോൾ എന്താ വരിക ഇവിടെ? 2 × k + 1 + 7 അല്ലേ? 2 × k + 1 + 7 അത്രയാണ് നമുക്ക് നോക്കാം. വിച്ച് ഈസ് ലെസ് ദാൻ k + 1 + 3 ദ ഹോൾ സ്ക്വയർ. അതായത് k + 4 ദ ഹോൾ സ്ക്വയർ നമുക്ക് കിട്ടണം. അപ്പോൾ അത് റൈറ്റ് സൈഡ് നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എന്ത് വരും? 2k + 2 + 7 അതായത് 2k + 2 + 7 അത് +9 നമുക്ക് എഴുതണ്ട. നമ്മളെപ്പോഴും നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 ഒന്ന് നോക്കുക. 2k + 7 + 2 അങ്ങനെ മാറ്റി ചെയ്ത്. കാരണം നമുക്ക് ഇവിടെ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത്? 2k + 7 അവിടെ ഉണ്ട്. അപ്പോൾ ഇത് 2k + 9 ആദ്യം തന്നെ പോയിട്ട് ഓടി എഴുതരുത്. ഇതിൽ നമ്മൾ 2k + 7 ഒരുമിച്ച് എഴുതി +2 നീക്കി എഴുതി. ഇനി 2k + 7 പകരം എന്ത് എഴുതാം? വിച്ച് ഈസ് ലെസ് ദാൻ k + 3 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമ്മൾ ലെസ് ദാൻ കൊടുത്തു. k + 3 ദ ഹോൾ സ്ക്വയർ ഒരു +2 ബാക്കിയുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യാം? അപ്പോൾ നമുക്ക് ഇവിടെ ലെസ് ദാൻ ആയിട്ടോ ഇത് a + b ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചിട്ട് നമുക്കിത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? k² + 6k + 9 ഒരു +2 ഉണ്ട് അല്ലേ? ഇനി നമുക്കിതിനെ എങ്ങനെ എഴുതാം? k² + 6k + 9 + 2. ഇതിന് നമുക്ക് ഇനി വീണ്ടും നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. നമുക്കിവിടെ കിട്ടേണ്ട ആൻസർ എന്താണ്? k + 1 + 3 അതായത് k + 4 ദ ഹോൾ സ്ക്വയർ എന്ന് നമുക്കിവിടെ കിട്ടണം. വിച്ച് ഈസ് ലെസ് ദാൻ k + 4 ദ ഹോൾ സ്ക്വയർ. നോക്കിയേ, k + 4 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടണം. k + 4 എന്താണെന്ന് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. k² + 8k + 4ൻ്റെ സ്ക്വയർ എത്ര? 16. k² + 8k + 16. അപ്പോൾ ലെസ് ദാൻ k + 4 ദ ഹോൾ സ്ക്വയർ വരണമെങ്കിൽ നമുക്കിവിടെ നമുക്ക് k + 4 ഹോൾ സ്ക്വയർ എഴുതാൻ കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ ഈ ടേം അങ്ങനെ തന്നെ ഇവിടെ എഴുതി വയ്ക്കുക. k² + 8k + 16. പക്ഷേ ഇവിടെ നമുക്ക് 6k ഉള്ളൂ, ഇവിടെ 8k ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? -2k കൊടുക്കാം. അപ്പോൾ 8k - 2k 6k ആയി. ഇവിടെ നമുക്ക് 16 ഉണ്ട്, പക്ഷേ ഇവിടെ നമുക്ക് 11 ഉള്ളൂ. 9 + 2 11. അപ്പോൾ ബാക്കി എത്രയുണ്ട്? ഇവിടെ ഒരു 5 ഇവിടെ കൂടുതലാണ്. അപ്പോൾ നമ്മളൊരു -5 കൂടി കൊടുത്തു. കണ്ടോ? അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് മാറ്റി എഴുതി. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ആൻസർ ഞാൻ കിട്ടണം. അപ്പോൾ ഇതിനൊന്നും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞു തന്നു. നമുക്ക് k + 4 ദ ഹോൾ സ്ക്വയർ ആണ് ആൻസർ വേണ്ടിയിരുന്നത്. അപ്പോൾ അത് ഇവിടെ എഴുതി. ബാക്കി എന്താ കൂടുതൽ കുറവുള്ളതെന്ന് വെച്ചാൽ അത് നമ്മളവിടെ ചെയ്തു. അപ്പോൾ ഇത്രയും ടൈമിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? k + 4 ദ ഹോൾ സ്ക്വയർ -2k. വേണമെങ്കിൽ ഒരു മൈനസ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. -2k + 5 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നോക്കിയേ, വിച്ച് ഈസ് ലെസ് ദാൻ എന്തെന്ന് എഴുതാം? k + 4 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി കൂടെ. k + 4 ദ ഹോൾ സ്ക്വയർ -2k + 5 വിച്ച് ഈസ് ഓൾവേസ് ലെസ് ദാൻ k + 4 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇതെന്ന് പറയുന്നത് എന്താണ്? വേണമെങ്കിൽ നമ്മൾ ഇതിലേക്ക് എഴുതുമ്പോൾ k + 1 + 3 അല്ലേ? n + 3 ദ ഹോൾ സ്ക്വയർ ആ ഒരു ഫോർമുലയ്ക്ക് എഴുതി. അപ്പോൾ നമ്മൾ അങ്ങനെ പ്രൂവ് ചെയ്ത് കണ്ടു. അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ ആൻസറും നമ്മുടെ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്. എന്ത് അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നുള്ളത് നമുക്കത് നോക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. പിന്നെ അത് കുറച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടും. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ ഈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഇതൊന്നും ആരും ഒരിക്കലും മിസ് ചെയ്ത് കളയരുത്. അപ്പോൾ നമുക്കിവിടെ റിസൾട്ട് ട്രൂ ആണെന്ന് കിട്ടി. അതുകൊണ്ട് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് എന്താണ്? Hence, by the principle of mathematical induction, the result is true for every natural number n എന്ന് പറഞ്ഞിട്ട് എഴുതി അവസാനിപ്പിക്കുക. അപ്പോൾ ഒരിക്കലും ഈ സ്റ്റെപ്പുകളൊന്നും മിസ് ചെയ്യരുത്. ഞാൻ എല്ലാ പ്രോബ്ലത്തിലും സ്റ്റെപ്പ് എഴുതിയിട്ടില്ല, പക്ഷേ നിങ്ങൾ സ്റ്റെപ്പ് എഴുതുമ്പം എല്ലാ സ്റ്റെപ്പും, കാരണം എല്ലാത്തിലും ഒരേ സ്റ്റെപ്പല്ലേ. ഈ ഒരു ചാപ്റ്ററിലേ നമുക്ക് ഈ ഒരു പ്രോബ്ലമേ പഠിക്കാനുള്ളൂ. 2 ടൈപ്പിലുള്ള പ്രോബ്ലംസ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളൂ അല്ലേ? ആദ്യം നമ്മൾ 18 വരെ ചെയ്തത് ഡയറക്റ്റ് പി ഓഫ് കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിരുന്നു. പിന്നെ ഈ ലാസ്റ്റ് P6 പ്രോബ്ലം ചെയ്തത് അതിൻ്റെ കുറച്ച് ഭാഗം മാത്രം നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുന്നത്. ഒരിക്കലും ഈ ചാപ്റ്റർ മിസ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ ഈ എക്സസൈസ് 4.1 ഈ 4 വീഡിയോകളായിട്ട് നമ്മളിപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനിയും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 4-5 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഈ ചാപ്റ്ററിൻ്റെ ഒരു കിക്ക് റീക്യാപ്പ് വരുന്നില്ല, കാരണം ആ ഇൻട്രൊഡക്ഷൻ തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇത് വരുന്നുള്ളൂ. കാരണം ഈ ഒരൊറ്റ പ്രോബ്ലം വെച്ചിട്ട് മാത്രമല്ലേ ഇതുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ഒരു കിക്ക് റീക്യാപ്പ് വരുന്നില്ല, ഇൻട്രൊഡക്ഷൻ തന്നെയാണ് അതിൻ്റെ റീക്യാപ്പ് വരുന്നത്. അപ്പം ഒരിക്കലും നിങ്ങൾ ഈ ചാപ്റ്റർ മിസ് ചെയ്യരുത്, ഇതൊരിക്കലും സ്കിപ്പ് അടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ പ്രീവിയസ് ഇയേഴ്സിലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. താങ്ക്